ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ലേൺ വിത്ത് സർജി. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് RRB ഗ്രൂപ്പ് ഡിയിലെ പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ഏതാനും ചില PYQകളാണ്. അപ്പൊ നമ്മൾ ആദ്യമേ തന്നെ പെർസെന്റേജ് പഠിച്ചായിരുന്നു, പിന്നെ റേഷ്യോ പഠിച്ചായിരുന്നു, ഓക്കെ, പിന്നെ ടൈം ആൻഡ് വർക്ക് പഠിച്ചായിരുന്നു. അപ്പം പെർസെന്റേജിന്റെ റേഷ്യോന്റെയും ഒരു എന്താണ് ആപ്ലിക്കേഷൻ ലെവൽ പ്രോബ്ലം എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് പ്രോഫിറ്റ് ആൻഡ് ലോസിനെ വിശേഷിപ്പിക്കാം. അപ്പൊ നിങ്ങൾ റേഷ്യോയും പെർസെന്റേജും നല്ല രീതിക്ക് വർക്ക്ഔട്ട് ചെയ്തിട്ട് വേണം പ്രോഫിറ്റ് ആൻഡ് ലോസിലോട്ട് വരാൻ. അപ്പം കൺസെപ്റ്റ് ക്ലിയർ അല്ലെങ്കിൽ ഇപ്പൊ പെർസെന്റേജിലെ കുറച്ച് ഫ്രാക്ഷൻസ് പെർസെന്റേജിലോട്ട് മാറ്റുന്നത്, അതുപോലെ തന്നെ പെർസെന്റേജിനെ തിരിച്ച് ഫ്രാക്ഷനിലോട്ട് മാറ്റുന്ന കാര്യങ്ങളൊക്കെ കാണാതെ പഠിച്ചു വെച്ചേക്കുക. അവിടെ അത് കാണാതെ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ കുറച്ച് ഡൗട്ടുകളും ചിലപ്പം സ്പീഡ് കുറയുന്നതായിട്ടും ഒക്കെ തോന്നാം. അപ്പം അവിടെ എന്തൊക്കെ ഞാൻ കാണാതെ പഠിക്കണമെന്ന് കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിരുന്നു. അതെല്ലാം കാണാതെ പഠിച്ചു വെച്ചേക്കുക, കൺസെപ്റ്റ്സ് പക്ക ആക്കി വെക്കുക. ഓക്കെ. അപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടേംസ് ഉണ്ട്. ആദ്യം തന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. കോസ്റ്റ് പ്രൈസ്, അതുപോലെ തന്നെ സെല്ലിംഗ് പ്രൈസ്, പിന്നെ ഉള്ള സാധനം മാർക്ക്ഡ് പ്രൈസ്, പിന്നെ പ്രോഫിറ്റ് ഉണ്ട്, പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്, പ്രോഫിറ്റ് ഓർ ലോസ് ഉണ്ട്, അതിന്റെ കറസ്പോണ്ടിങ് പെർസെന്റേജ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് വരുന്ന സാധനം ഡിസ്കൗണ്ട്. അപ്പൊ എന്നിങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു ബേസിക് ഐഡിയ നമ്മളിപ്പോ PYQ വർക്ക്ഔട്ട് ചെയ്താണ് പോകുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു ബേസിക് ഐഡിയ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ബേസിക് ഐഡിയ വെച്ചുകൊണ്ട് മാത്രം ഈ ഒരു ടോപ്പിക്കിലേക്ക് നീങ്ങാം. ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് കടക്കാം. ആദ്യത്തെ ചോദ്യം സ്ക്രീനിൽ കാണുന്നു. ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിച്ചു നോക്കാം. The marked price of an article is 60% more than this cost price. Okay, marked price എന്താണ്? 60% കൂടുതലാണ്. എന്തിനെക്കാട്ടിയും? കോസ്റ്റ് പ്രൈസിനെ കാട്ടി. നോക്കിക്കേടാ, നമ്മളിവിടെ കോസ്റ്റ് പ്രൈസിനെ വെച്ചാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ CP എന്തായിട്ട് കൺസിഡർ ചെയ്യണം? 100 ആയിട്ട് കൺസിഡർ ചെയ്യണം. ഓക്കെ, CP 100 ആണെങ്കിൽ CP നെ കാട്ടി 60%, 100ന്റെ 60% കൂടുതൽ എന്നല്ലേ നമ്മൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മാർക്ക്ഡ് പ്രൈസ് എത്ര വരും? മാർക്ക്ഡ് പ്രൈസ് എന്ന് പറയുന്നത് 160 വരും. ഇവിടെ മക്കളെ 160 വരും. ഓക്കെ ആണ്. ഓക്കെ, അടുത്ത സെന്റൻസിലോട്ട് പോവാം. ഇഫ് ദി ആർട്ടിക്കിൾ ഈസ് സോൾഡ് ഫോർ ₹300 ആഫ്റ്റർ ഓഫറിംഗ് എ ഡിസ്കൗണ്ട് ഓഫ് ₹20 എന്ന് പറഞ്ഞാൽ എന്താണ്? ആർട്ടിക്കിൾ സെല് ചെയ്യുന്നത് 300 രൂപയ്ക്കാണ്. ഈ ഒരു മാർക്ക്ഡ് പ്രൈസ് ഉണ്ട്. മാർക്ക്ഡ് പ്രൈസിൽ നിന്ന് എന്താണ് ഒരു ഡിസ്കൗണ്ട് ആയ 20 റുപ്പീസ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ എങ്ങനെ അത് ഡിനോട്ട് ചെയ്യും? നോക്കിക്കേ, 160% മാർക്ക്ഡ് പ്രൈസ് എന്ന് അറിയാം. ഓക്കെ, ഇത് ശതമാനത്തിൽ പറയാം. 160%. ഓക്കെ, 160%ആണ് മാർക്ക്ഡ് പ്രൈസ് എന്ന് പറയുകയാണെങ്കിൽ അതിൽ നിന്ന് 20 രൂപ, റിയൽ ആയിട്ടുള്ള 20 രൂപ കഴിഞ്ഞ് കിട്ടുന്ന സാധനമാണ് എന്ത്? സെല്ലിംഗ് പ്രൈസ് എന്ന്. അപ്പൊ 20 രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ കിട്ടുന്ന സാധനം എത്രയാണ്? 300. അത് നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തൂടെ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 160%-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിയൽ വാല്യൂ എന്താന്ന് എഴുതാം? 320 ആണെന്ന് അറിയാം. 320 എന്ന് വെച്ചാൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഫാക്ടർ എത്രയാണ്? × 2 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടത് എന്താണ്? പ്രോഫിറ്റ് പെർസെന്റേജ് ആണ് മക്കളെ. പ്രോഫിറ്റ് പെർസെന്റേജ് നിങ്ങൾക്ക് ഇക്വേഷൻ അറിയാം. പ്രോഫിറ്റ് പെർസെന്റേജ് ഈക്വൽ ടു പ്രോഫിറ്റ് ബൈ CP × 100 ആണ്. ബൈ CP × 100 ആണ്. അപ്പൊ നമുക്ക് പ്രോഫിറ്റ് വേണം. ഓക്കെ, പ്രോഫിറ്റ് വേണം. അതിന് മുന്നേ CP വേണം. നമ്മളിവിടെ CP എത്ര ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്? 100%. അങ്ങനെയാണെങ്കിൽ CP എത്ര വരും? CP എന്ന് പറയുന്നത് 100 അല്ല, 100 × 2, അതായത് 200 വരും. ഓക്കെ, അപ്പൊ CP നമുക്ക് കിട്ടി. എന്താണ്? 200 ആണ്. ഇവിടെ ഒരു 100 ഉണ്ട്. ഇനി വേണ്ടത് പ്രോഫിറ്റ് ആണ്. ഓക്കെ, നമ്മൾ വിറ്റത് 300 രൂപയ്ക്കാണ്. വിറ്റത് 300 രൂപയ്ക്കാണെങ്കിൽ എത്ര കിട്ടും പ്രോഫിറ്റ്? 100 രൂപ പ്രോഫിറ്റ് ആയിട്ട് കിട്ടും. 100 രൂപ പ്രോഫിറ്റ് ആയിട്ട് കിട്ടും. അപ്പൊ നമ്മുടെ പ്രോഫിറ്റ് പെർസെന്റേജ് എത്രയാണ്? 50%. 50%. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. ഓക്കെ, അടുത്ത ചോദ്യം വായിച്ചു നോക്കാം. ഇപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓൺ സെല്ലിംഗ് എ ബുക്ക് അറ്റ് എ പ്രൈസ് ഓഫ് 5/12 ഓഫ് ദി മാർക്ക്ഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബുക്ക് സെല്ല് ചെയ്യാണ്. എന്ത്? സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? സെല്ലിംഗ് പ്രൈസ് SP ആണ്. SP എന്ന് പറയുന്നത് എന്താണ്? 5/12 ഓഫ് മാർക്ക്ഡ് പ്രൈസ് എന്നാണ് പറയുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താണ്? SP ബൈ MP എന്താണ്? 5/12 ആണ് മക്കളെ. അപ്പൊ SP-ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്താണ്? SP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 5 റേഷ്യോ ആണ്. MP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 12 റേഷ്യോ ആണ് എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, there is a loss of 50% എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കിക്കേ,
ഇങ്ങനെ 12 രൂപയല്ല 12 റേഷ്യോ രൂപ MP ആയിരിക്കുന്ന സാധനം 5 റേഷ്യോ രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഒരു ലോസ് അക്യൂർ ചെയ്യും. ലോസ് എന്ന് പറയുന്നത് എത്രയാണ്? 50% ആണ്. ഓക്കെ, ലോസ് പറയുന്നത് എപ്പോഴും എന്തിനെ വെച്ചിട്ടാണ്? നമ്മൾ എപ്പോഴും പറയുന്നത് CP യെ വെച്ചിട്ടാണ്. അപ്പൊ CP 100% ആണെങ്കിൽ ലോസ് 50% ഉണ്ട്. അങ്ങനെയാണെങ്കിൽ SP എത്ര വരും? 100ന്ന് 50 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര കാണും? 50%. ഓക്കെ, അപ്പൊ ഈ 50 എന്ന് പറയുന്നതാണ് എന്ത്? 5 എന്ന് പറയുന്നത് 50ന്റെ റിയൽ വാല്യൂ ആണ് എന്ത്? 5 എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് CP 100 അല്ലേടെ? CP 100 ആണ്. അപ്പൊ 100ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിയൽ വാല്യൂ എന്ത് കിട്ടും? 10 എന്ന് കിട്ടും. അപ്പൊ CP യും കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടത്? മാർക്ക്ഡ് പ്രൈസും കോസ്റ്റ് പ്രൈസും തമ്മിലുള്ള റേഷ്യോ. മാർക്ക്ഡ് പ്രൈസും കോസ്റ്റ് പ്രൈസും തമ്മിലുള്ള റേഷ്യോ. ഇപ്പൊ നമ്മുടെ കറസ്പോണ്ടിങ് മാർക്ക്ഡ് പ്രൈസ് എത്രയാണ്? 12 ആണ്. മാർക്ക്ഡ് പ്രൈസ് 12 ആണ്. അതുപോലെ തന്നെ CP എത്ര വന്നു? CP 10 വന്നു. അങ്ങനെയാണെങ്കിൽ റേഷ്യോ എടുക്കുമ്പോൾ എത്ര കിട്ടൂടാ? 6:5 എന്ന് കിട്ടും. 6:5. ഓപ്ഷൻ എ ആണെന്ത്? റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം കഴിഞ്ഞു. അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. മൂന്നാമത്തെ ചോദ്യം നോക്കാം. ദി പ്രോഫിറ്റ് ഏൺഡ് ഓൺ സെല്ലിംഗ് ആൻ ആർട്ടിക്കിൾ ഫോർ 4550. അതായത് എന്താണ്? ഒരു ആർട്ടിക്കിൾ വിൽക്കുന്ന സെല്ലിംഗ് പ്രൈസ് എന്താണ്? 4550 ആണ്. അതിൽ കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 5 times the loss incurred when the article is sold, same article is sold at ₹3290 എന്നുള്ളതാണ് പറയുന്നത്. അതായത് എന്താണ്? 4550 രൂപയ്ക്ക് വിൽക്കുമ്പോൾ ഒരു ലാഭം കിട്ടുന്നുണ്ട്. ഓക്കെ, ലാഭം എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? 4550 മൈനസ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നതാണ് എന്ത്? ലാഭം. അപ്പൊ ഈ കിട്ടുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ലാഭം എന്ന് പറയുന്നത് എന്താണ്? 5 times ഈക്വൽ ടു 5 times എന്ന് വെച്ചാൽ 5 into എന്തിന് സമമാണ്? ലോസ് ഇൻക്വയർഡ് ഓൺ സെല്ലിംഗ് ദി സെയിം ആർട്ടിക്കിൾ. കിട്ടുന്ന നഷ്ടം എപ്പോ? ഈ രൂപയ്ക്ക് വിൽക്കുമ്പോൾ. അപ്പൊ നഷ്ടം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നഷ്ടം വരുമ്പോ CP ആയിരിക്കും വരുന്നത്. അപ്പൊ CP മൈനസ് 3290 എന്ന് എഴുതുക. ഓക്കെ, അപ്പൊ എങ്ങനെ വരുന്നത്? 4550 മൈനസ് CP ഈക്വൽ ടു 5CP മൈനസ് 3290 into 5 ആണ്. അപ്പൊ എങ്ങനെ എഴുതും? മൾട്ടിപ്ലൈഡ് ബൈ 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതി എടുത്തിട്ട് into 10. ഇതിന്റെ പകുതി എത്ര വരും? 1645 എന്നിട്ട് ഒരു 0 കൂടെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 6CP ഈക്വൽ ടു ഇതിപ്പുറത്ത് വന്നു 0, 5 5 10, ശിഷ്ടം 1, വീണ്ടും 10 വരും, ശിഷ്ടം 1, 11, ശിഷ്ടം 1, 2. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് വെട്ടാം. എന്ത്? 3 കൊണ്ട് വെട്ടാം. 3 കൊണ്ട് വെട്ടി കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടും? 7000 കിട്ടും. പിന്നെ ഇവിടെ 2 കിടപ്പുണ്ട്. ആ 2 കൂടെ കൊണ്ട് ഞാൻ വെട്ടാണ്. 2 കൂടെ കൊണ്ട് വെട്ടുമ്പോൾ എത്ര കിട്ടും? 3500. CP എന്തെന്ന് കിട്ടും? 3500 എന്ന് കിട്ടും. ഇനി നമുക്ക് വേണ്ട എന്താണ്? വാട്ട് വിൽ ബി ദി സെല്ലിംഗ് പ്രൈസ് ഓഫ് ദി ആർട്ടിക്കിൾ ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് 20%. 20% കൂടുതൽ കിട്ടണം അല്ലെ? CP ഇതെങ്കിൽ 20% കൂടുതലും കൂടെ കിട്ടണമെങ്കിൽ SP എത്ര വരും? ഈ CP യും കാണും, അതിന്റെ കൂടെ ആ CP യുടെ ഒരു 20%. 10% 350 ആണ്. അപ്പൊ 20% 700 വരും. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ്? 4200. ഓപ്ഷൻ ബി 4200 ആണെന്ത്? നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. നാലാമത്തെ ചോദ്യം നോക്കിക്കേ. The marked price of an article is 25% more than its cost price. Okay, അപ്പൊ കോസ്റ്റ് പ്രൈസ് നമ്മൾ 100 ആണെന്ന് എടുക്കുകയാണെങ്കിൽ കോസ്റ്റ് പ്രൈസിനെ കാട്ടി 25% കൂടുതൽ. ഓക്കെ, the marked price of an article is 25% more than its cost price എന്നാണ് പറയുന്നത്. അപ്പൊ ക്വസ്റ്റ്യനിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് 100 ആണെങ്കിൽ മാർക്ക്ഡ് പ്രൈസ് MP എന്ന് പറയുന്നത് എത്രയാണ്? 25% കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ മാർക്ക്ഡ് പ്രൈസ് എത്രയാവും? 125 ആവും. ഓക്കെ ആണോ? ഓക്കെ, വാട്ട് മാക്സിമം ഡിസ്കൗണ്ട് പെർസെന്റേജ് can be offered by the shopkeeper to sell the article at profit. Okay, ഒരു പ്രോഫിറ്റിൽ വിൽക്കണമെങ്കിൽ മാക്സിമം കൊടുക്കാൻ പറ്റുന്ന എന്താണ്? ഡിസ്കൗണ്ട്.
എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ പ്രോഫിറ്റിൽ എത്ര പ്രോഫിറ്റ് നിൽക്കണം, അല്ലെങ്കിൽ പ്രോഫിറ്റ് നിന്ന് ലോസ് ആവാൻ പാടില്ല. നെയ്തർ പ്രോഫിറ്റ് നോർ ലോസ് എന്നൊക്കെ പറയുന്ന കണ്ടീഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ മാർക്ക്ഡ് പ്രൈസിന് തിരിച്ച് ഡിസ്കൗണ്ട് കിട്ടുമ്പോ എന്തിലോട്ട് എത്തണം, കോസ്റ്റ് പ്രൈസിലോട്ട് എത്തണം. അപ്പൊ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്, ഡിസ്കൗണ്ട് പെർസെന്റേജ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ഡിസ്കൗണ്ട് പെർസെന്റേജ് ഇക്വേഷൻ എന്താണ്, ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ മാർക്ക്ഡ് പ്രൈസ് ഇൻറ്റു 100 എന്നുള്ളതാണ്. അപ്പൊ ഡിസ്കൗണ്ട് പെർസെന്റേജ് നമ്മൾ എപ്പോഴും കണ്ടുപിടിക്കുന്നത് എന്തിനു വെച്ചിട്ടാണ്, മാർക്ക്ഡ് പ്രൈസിനെ വെച്ചിട്ടാണ്. അപ്പൊ മാർക്ക്ഡ് പ്രൈസിനെ വെച്ച് നോക്കുമ്പോൾ എത്ര കുറയ്ക്കണം, 25 കുറച്ച് കഴിഞ്ഞാൽ സി പി വരെ എത്തും. സി പി യെ കാട്ടി കുറഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് ലോസ് ആവുള്ളൂ. അപ്പം 25 വരെ ആവാം. അപ്പൊ 25 ഇൻറ്റു 100 ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും, നമുക്ക് വേണമെങ്കിൽ വെട്ടാം. 25 കൊണ്ട് വെട്ടി കഴിഞ്ഞാൽ 5 വരില്ലേടാ. അപ്പൊ 5 കൊണ്ട് വീണ്ടും 100നെ വെട്ടി കഴിഞ്ഞാൽ എത്ര വരും, 20 കിട്ടും. 20%. അതായത് നമ്മുടെ ആൻസർ എത്രയാണ്, ഓപ്ഷൻ സി 20%. ഓക്കെ, അപ്പൊ ഫിഫ്ത് ചോദ്യത്തിലോട്ട് കിടക്കാം. ഫിഫ്ത് ചോദ്യം. ഓക്കെ, അടുത്ത ചോദ്യം, എ മാൻ ബൈസ് 35 മാംഗോസ് ഫോർ എ റുപ്പി. ഓക്കെ, 1 രൂപ കൊണ്ട് ഒരു മനുഷ്യൻ എന്താണ്, 35 മാങ്ങ വാങ്ങിയാണ്. ഓക്കെ, ഹൗ മെനി മാംഗോസ് ഹാഡ് ഹി സോൾഡ് ഫോർ എ റുപ്പി സോ ദാറ്റ് there is a loss of 30%. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ 1 രൂപയ്ക്ക് 35 മാങ്ങ വാങ്ങിക്കുകയാണ് എന്ന് വെച്ചാൽ നമുക്കൊരു കോസ്റ്റ് പ്രൈസ് ആയിട്ട് എടുത്തുകൂടെടാ. അങ്ങനെയാണെങ്കിൽ ശതമാനത്തിന്റെ കേസിൽ നമുക്ക് എന്ത് പറയാം, 100%. ഇത് മേടിക്കുന്നതാണ്. അപ്പൊ കോസ്റ്റ് പ്രൈസ് എപ്പോഴും നമ്മൾ 100ന് ആണ് മേടിക്കുന്നത്. ഓക്കെ, അതേ 1 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം നമ്മൾ വിൽക്കുകയാണ്. ഓക്കെ, 1 രൂപയ്ക്ക് വാങ്ങിച്ച മാങ്ങകൾ വിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ 1 രൂപയ്ക്ക് തന്നെ എത്ര മാങ്ങകൾ വിറ്റ് കഴിഞ്ഞാൽ 30% ലോസ് ആവുന്നു. 30% ലോസ് എന്ന് വെച്ചാൽ മേടിച്ച 100 രൂപയ്ക്കാണെങ്കിൽ വിൽക്കുന്ന എത്ര രൂപയ്ക്കായിരിക്കും, 70 രൂപയ്ക്കായിരിക്കും. നമ്മൾ കഴിഞ്ഞ വീഡിയോയില് ചെയിൻ റൂളിന്റെ ഇത് പറഞ്ഞായിരുന്നു, റേഷ്യോന്റെ ടൈം ആൻഡ് വർക്കിന്റെ ഒക്കെ. ഓക്കെ, അപ്പൊ ആ ഒരു ലോജിക്കാണ് എന്ത് ഇവിടെ കൊണ്ടുവരേണ്ടത്. ഓക്കെ, അപ്പൊ 35 ആദ്യം എഴുതുക. 35 ഇൻറ്റു ഇവിടെ റുപ്പീസ്, മേടിക്കുന്ന റുപ്പീസ് എല്ലാം സെയിം ആണ്. അതുകൊണ്ട് ഇത് നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നോക്കിക്കേ, ആദ്യമേ 100 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം പിന്നെ 70 രൂപയ്ക്കാണ് വിൽക്കുന്നത്. 70 രൂപയ്ക്കല്ല, സോറി, 100 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം 70 രൂപയ്ക്ക് വിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് നഷ്ടം വരും. നഷ്ടം വരുന്ന എപ്പോഴാണ്, നമ്മൾ കൂടുതൽ മേടിച്ചതിനെക്കാട്ടി കൂടുതൽ മാങ്ങ കൊടുക്കുമ്പോ ആണെന്ത് നമുക്ക് നഷ്ടം വരുന്നത്. അപ്പം കൂടുതൽ മാങ്ങ ആയിരിക്കും ഇവിടെ എന്ത് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതില് കൂടിയ വാല്യൂ എന്ത് വരണം, മുകളിൽ വരണം. 100 മുകളിൽ വന്നു, 70 എന്ത് വന്നു, താഴെ വന്നു. അപ്പൊ 35ഉം 70ഉം വെട്ടിക്കൂടെ ഇടാം. വെട്ടി എന്തെന്ന് എഴുതാം, ഇവിടെ 2 എന്ന് എഴുതാം. ഈ 2ഉം 100 കൂടെ വെട്ടി 50 എന്ന് എഴുതാം. അപ്പൊ നമ്മുടെ ആൻസർ എത്ര വരും, ഓപ്ഷൻ സി 50. ഓപ്ഷൻ സി 50. ഓക്കെ, 6th ചോദ്യത്തിലോട്ട് കടക്കാം. On selling a watch at 3/10 of the marked price, there is a loss of 16%. ഈ ഒരു ടൈപ്പ് ചോദ്യം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്, സെല്ലിംഗ് പ്രൈസ് 3 റേഷ്യോ എന്ന് തന്നിട്ടുണ്ട്. സെല്ലിംഗ് പ്രൈസ് 3 റേഷ്യോ, മാർക്ക്ഡ് പ്രൈസ് എത്രയാണ്, 10 റേഷ്യോ. ആ നേരത്തെ ചോദ്യത്തിൽ നമ്മൾ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്താ പറയുന്നത്. അപ്പൊ ഇതിന് മിനിമൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു പോവാം. ഓക്കെ, അപ്പം ഇവിടെ എന്താണ്, ഇങ്ങനെ വിൽക്കുമ്പോൾ നമുക്കൊരു 16% ലോസ് വരുന്നുണ്ട്. ഓക്കെ, 16% ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിൽക്കുന്ന പ്രൈസ് എന്താണ്, 100 രൂപയ്ക്ക് വാങ്ങിക്കുകയാണെങ്കിൽ ആ സാധനം വിൽക്കുന്നത് എത്ര രൂപയ്ക്കായിരിക്കും, 84 രൂപയ്ക്കായിരിക്കും മക്കളെ. അപ്പൊ 84% എന്ന് പറയുന്നതാണ് എന്ത്, 3. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് എത്ര വരും, 100%. 100% 3/84 into 100 വരില്ലേ. ഇതെന്താണ്, നമ്മുടെ സി പി ആണ്. നമ്മുടെ സി പി ആണ് എന്ത്, 3/84 into 100 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ട എന്താണ്, മാർക്ക്ഡ് പ്രൈസ് ഈസ് ടു കോസ്റ്റ് പ്രൈസ് ആണ്. ഓക്കെ, മാർക്ക്ഡ് പ്രൈസ് നമുക്ക് അറിയാം എത്രയാണ്, 10 ആണ്. മാർക്ക്ഡ് പ്രൈസ് എത്രയാണെന്ന് അറിയാം, 10 ആണെന്നറിയാം. ഓക്കെ, അപ്പം സി പി എത്ര വരും, 3/84 into 100. ഒരു പൂജ്യവും വെട്ടി. നോക്കിക്കേ, ഈ 10നെ വെട്ടി 5 ആക്കാം. ഇവിടെ എന്താക്കാം, 43 ആക്കാം, സോറി 42 ആക്കാം. ഓക്കെ, അപ്പൊ റേഷ്യോ എത്ര വരും, 42:15 എന്ന് വരും. വേണമെങ്കിൽ വീണ്ടും വെട്ടാം. എന്ത്, ഇവിടെ 5 അല്ല, സോറി 3 കൊണ്ട് വെട്ടി കഴിഞ്ഞാൽ ഇവിടെ 5 വരും. ഇവിടെ എത്ര വരും, 14. അപ്പൊ 14:5. അപ്പൊ ആൻസർ നോക്കിയപ്പോ ഓപ്ഷൻ സി 14:5 ആണ്. അപ്പൊ അതായിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ആൻസർ ഓപ്ഷൻ സി 14:5. അടുത്ത ക്വസ്റ്റ്യൻ, 7th ക്വസ്റ്റ്യൻ, എ ട്രേഡർ സെൽസ് 2 ഷർട്ട്സ് ഫോർ ₹4,500 each. ഓക്കെ, ഒരു ട്രേഡർ 2 ഷർട്ട് സെല് ചെയ്യാണ്. ഓക്കെ, സെല്ലിംഗ് പ്രൈസ് എന്താണ്,
4500 ആണ് രണ്ടിനും. ഓക്കെ, ഓരോന്നിന് 4500 വെച്ചിട്ട്. If he earns a profit of 20% of on one and loss of 40% on another, ഒരെണ്ണത്തിൽ 20%ഉം മറ്റേൽ എന്താണ് 40%ഉം ആണെങ്കിൽ, then what will be his overall loss percentage? Overall loss percentage എത്ര എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഈ ഒരു ചോദ്യത്തിൽ ശ്രദ്ധിച്ചേടാ മക്കളെ, രണ്ട് സാധനമുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യത്തെ സാധനത്തിൽ കിട്ടുന്ന പ്രോഫിറ്റ്, ഫസ്റ്റ് സാധനത്തിൽ കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാണ്? 20% എന്ന് വെച്ചാൽ നമുക്ക് റേഷ്യോ എന്താ എഴുതാം? 5 ആയിരുന്ന സി പി 20% വെച്ചാൽ 1/5 ആണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, 20% വെച്ചാൽ 1/5 ആണ്. അപ്പൊ 5ന്റെ ടേംസിൽ എടുക്കുകയാണെങ്കിൽ 5 സി പി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്താണ്? പ്രോഫിറ്റ് 1 കിട്ടും. പ്രോഫിറ്റ് 1 കിട്ടിയപ്പോ സെല്ലിംഗ് പ്രൈസ് എന്താവും? 6 ആവും. ഓക്കെ, ഇനി സെക്കൻഡ് സാധനത്തിലാണെങ്കിലോ, ഇപ്പം ലോസ് എത്രയാണ്? 40%. 40% എന്ന് പറയുമ്പോൾ 2/5 ആണെന്ന് നമുക്കറിയാം. 40% എന്താണ്? 2/5 ആണ്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? അവിടെ ലോസ് ആണ്. അപ്പൊ 5 ആണ് സി പി എങ്കിൽ എന്ത് കുറയും? 2 കുറഞ്ഞ് എന്താവും? 3 ആവും എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ വ്യക്തമാണ് എന്താണ്? രണ്ട് ഷർട്ടും സെല്ല് ചെയ്യുന്ന ഒരേ പ്രൈസിനാണ്. ഇവിടെ നോക്കിയപ്പോ എസ് പി ആദ്യത്തേന് 3 ആണ്, ആദ്യത്തേന് 6 ആണ്, രണ്ടാമത്തേന് എന്താണ്? 3 ആണ്. ഓക്കെ, അപ്പൊ ആ 3യെ നമ്മൾ എന്താക്കണം? 6 ആക്കണം. അതിന് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 കൊണ്ട്. അപ്പൊ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ ഒരു 2 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. റേഷ്യോ ആണ്. ഓക്കെ, അപ്പൊ എങ്ങനെ മാറും? ഇത് 15 എന്ന് മാറും, ഇതെന്ത് മാറും? 16 എന്ന് മാറും. അപ്പൊ ടോട്ടൽ സി പി എത്ര ആവും? സോറി, ഇവിടെ 10 ആണ്, ഇവിടെ 10 ആണ്. അപ്പൊ ടോട്ടൽ സി പി നമുക്ക് 15 എന്ന് കിട്ടും. ടോട്ടൽ എസ് പി എത്ര എന്ന് കിട്ടും? 12 എന്ന് കിട്ടും. അവിടെ ആ റിയൽ വാല്യൂവിന് വലിയ പ്രസക്തി ഇല്ല ഈ ഒരു ചോദ്യത്തിൽ, അത് വേണമെന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഓവറോൾ ലോസ് പെർസെന്റേജ്. ലോസ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോസ് ബൈ സി പി ഇൻറ്റു 100. ലോസ് ബൈ സി പി ഇൻറ്റു 100. അപ്പൊ ലോസ് എന്ന് പറയുന്നത് ഇവിടെ 3 റേഷ്യോ ഇല്ലടാ. അപ്പൊ 3 ഡിവൈഡഡ് ബൈ സി പി 15. 15 ഇൻറ്റു 100. അപ്പൊ 3/15 എന്ന് പറയുന്നത് വെട്ടാം, 5 കൊണ്ട് 5 ആവും. ഇനി 5 കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ 20%. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി 20% എന്ന് കിട്ടും. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. എട്ടാമത്തെ ചോദ്യം. എ ട്രേഡർ ബൈസ് 2 articles for ₹4,000 each article. ഓക്കെ, ഒരു ട്രേഡർ ബൈ ചെയ്യണം. അപ്പൊ അവിടെ സി പി ആണെന്ത്? CP1 ഉം CP2 ആണെന്ത്? 4,000 എന്ന് പറയുന്നത്. രണ്ടും ഈക്വൽ ആണ്. ഓക്കെ, ഇനി ഇഫ് ഹി ഏൺസ് എ പ്രോഫിറ്റ് ഓഫ് 10% ഓൺ വൺ. അപ്പൊ ആദ്യത്തെ 10% പ്രോഫിറ്റ് കിട്ടുന്നത് ഇതിന്റെ 10% 400 അല്ലേടാ. അപ്പം പ്രോഫിറ്റ് എന്ന് പറയുന്നത് 400 ആണ്. ഇവിടെ പക്ഷെ എന്താണ്? ലോസ് ആണ്, നഷ്ടമാണ്. അപ്പൊ ലോസ് വരും 30%. 30% എന്ന് പറയുമ്പോൾ 10% 400 ആണ്, 30% എന്ന് പറയുമ്പോൾ 1200 വരും. വാട്ട് വിൽ ബി ഹിസ് ഓവറോൾ ലോസ് പെർസെന്റേജ്? ഓവറോൾ ലോസ് പെർസെന്റേജ് മൊത്തത്തിൽ നോക്കാം. ഇവിടെ ഒരു ലോസ് എന്ന് പറയുമ്പോൾ മൈനസ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പം 800ന്റെ കുറവ്. അപ്പൊ 800 എന്ന് പറയുന്നത് ലോസ് ആണ്. അപ്പൊ ലോസ് പെർസെന്റേജ് ഈക്വൽ ടു നിങ്ങൾക്ക് അറിയാം എന്താണ്? ലോസ് ബൈ സി പി. ഇവിടെ ലോസ് 800 ആണ്. ലോസ് ബൈ സി പി, രണ്ടെണ്ണത്തിന്റെയും കൂടെ സി പി എന്ന് പറയുമ്പോൾ 8000 ഇല്ലടാ. 4000 8000 ഇൻറ്റു 100. അപ്പൊ ഇത് വെട്ടി ഇതില് ഓക്കെ ഇത്രയും വെട്ടി, ബാക്കി 10 ഉണ്ട്. അപ്പൊ നമുക്ക് എത്ര കിട്ടും? ലോസ് പെർസെന്റേജ് എന്നുള്ളത് 10%. ഓപ്ഷൻ എ 10% എന്നുള്ളത് കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഇത്തിരി സ്പീഡിലാണ് നമ്മൾ പോകുന്നത്. നമ്മൾ സ്പീഡ് ചെയ്താലേ കാര്യങ്ങൾ പെട്ടെന്ന് കിട്ടുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾ ബുദ്ധിമുട്ടുള്ളവർ പോസ് ചെയ്തൊന്ന് പയ്യെ ആക്കി ചെയ്യാം. ഓക്കെ, അപ്പൊ 9th ചോദ്യത്തിലോട്ട് പോവാം. 9th ചോദ്യം. മാർക്ക് ദ പ്രൈസ് ഓഫ് എ ചെയർ ഈസ് 20% മോർ ദാൻ ഇസ് കോസ്റ്റ് പ്രൈസ്. ഓക്കെ, അപ്പം നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്യുന്നത്, ഇവിടെ കമ്പയർ ചെയ്തിരിക്കുന്നത് എന്തിനാ വെച്ചിട്ടാണ്? കോസ്റ്റ് പ്രൈസിനെ വെച്ചിട്ടാണ്. അപ്പൊ കോസ്റ്റ് പ്രൈസ് നമുക്ക് എന്തായിട്ട് എടുക്കാം? 100% ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ മാർക്ക് ദ പ്രൈസ് എത്ര വരും മക്കളെ? 120%. നിങ്ങൾക്ക് ഇത് ചുരുക്കി വേണമെങ്കിൽ 5 എന്നും 6 എന്നും എടുക്കാം. ഓക്കെ, കുറച്ചുകൂടെ കൺവീനിയന്റ് ആയിട്ട് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത ബിഗിനേഴ്സിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എന്ത് 100 എന്നും 120 സാർ പറയുന്നത്. ഓക്കെ, ഇഫ് ദി ചെയർ ഈസ് സോൾഡ് ഫോർ ₹220. ചെയർ സെല് ചെയ്യുന്നത് എത്ര രൂപയ്ക്കാണ്? 220. ഓക്കെ, 220 റുപ്പീസിന് സെല് ചെയ്യാണ്. ആഫ്റ്റർ എ ഡിസ്കൗണ്ട് ഓഫ് ₹20. ഒരു 20 റുപ്പീസിൽ ഡിസ്കൗണ്ടിന് ശേഷം. ഈ ഒരു ടൈപ്പ് ചോദ്യം നമ്മൾ നേരത്തെ ചെയ്തായിരുന്നു. അപ്പൊ നോക്കാം, ഡിസ്കൗണ്ട് കൊടുക്കുന്ന എപ്പോഴും എന്തിനാണ്? എം പിയിലാണ്. എം പി എന്ന് പറയുന്നത് സി പിയുടെ 120% അതിലൊരു ഡിസ്കൗണ്ട് കൊടുത്തു 20 റുപ്പീസിന്റെ. അത് റിയൽ വാല്യൂ ആയിട്ട് നമ്മൾ 20 ഇട്ടു. അങ്ങനെ കൊടുക്കുന്നത് എന്താണ്? സെല്ലിംഗ് പ്രൈസ്. കുറച്ചിട്ട് കൊടുക്കുന്നത് സെല്ലിംഗ് പ്രൈസ് ആണ്. അപ്പൊ സെല്ലിംഗ് പ്രൈസ് കൊടുത്തത് എന്താണ്? 220 ആണ്. അപ്പൊ 120% എന്ന് പറയുന്നത് എത്ര കിട്ടും നമുക്ക്?
20 അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ 240 എന്ന് കിട്ടും. അതായത് മൾട്ടിപ്ലിക്കേറ്റീവ് ഫാക്ടർ എത്രയാണ്? × 2 ആണ് മക്കളെ. അപ്പം ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? പ്രോഫിറ്റ് പെർസെന്റേജ് ആണ്. പ്രോഫിറ്റ് പെർസെന്റേജ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? SP വേണം. ഓക്കെ, SP അല്ല, പ്രോഫിറ്റ് വേണം. ഓക്കെ, ഇപ്പൊ ഇവിടെ പ്രോഫിറ്റ് ഞാൻ നോക്കുമ്പോൾ എന്താണ്? എനിക്ക് പ്രോഫിറ്റ് എത്ര കിട്ടി? MP എനിക്ക് 120 ആണെന്ന് കിട്ടി. എന്റെ SP എത്രയാണ്? 220 ആണ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഈ മൾട്ടിപ്ലിക്കേറ്റീവ് ഫാക്ടർ 2 ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ CP എത്ര വരും? 200 വരും അല്ലെ? അപ്പൊ പ്രോഫിറ്റ് പെർസെന്റേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പ്രോഫിറ്റ് ബൈ CP. ഓക്കെ, 200 220 വിറ്റു. അപ്പം പ്രോഫിറ്റ് 20 അല്ലേടാ? 20 ആണ്. CP 200 ആണ്. × 100 എത്ര കിട്ടി? 10% എന്ന് കിട്ടി ആൻസർ. അപ്പൊ ഓപ്ഷൻ C 10%. 10ാമത്തെ ചോദ്യത്തിലോട്ട് കടക്കാം. 10ാമത്തെ ചോദ്യം. സിറാജ് earns a profit of 32% on selling price. ഓക്കെ, സെല്ലിംഗ് പ്രൈസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 32%. അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആരെ ബേസിസിലാണ്? 32% പ്രോഫിറ്റ് ഓഫ് 32% ഓൺ സെല്ലിംഗ് പ്രൈസ് എന്നാണ്. അപ്പൊ സെല്ലിംഗ് പ്രൈസിനെ നമ്മൾ എന്തായിട്ട് എടുക്കണം? 100 ആയിട്ട് എടുക്കണം. ഓക്കെ, അപ്പൊ പ്രോഫിറ്റ് എത്ര കിട്ടും? 32 കിട്ടും എന്നാണ് പറയുന്നത്. ഓക്കെ, കോസ്റ്റ് പ്രൈസിന്റെ കൂടെ പ്രോഫിറ്റ് ചേരുന്നതാണ് എന്ത്? നമുക്കറിയാം, സെല്ലിംഗ് പ്രൈസ് ആണെന്നുള്ള കാര്യം. അപ്പൊ സെല്ലിംഗ് പ്രൈസ് 100 ആണ്, പ്രോഫിറ്റ് എന്താണ്? 32 ആണ്. അങ്ങനെയാണെങ്കിൽ CP എത്ര കിട്ടൂടാ? 100 - 32 ആയ 68 കിട്ടും. ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഫൈൻഡ് ദി അപ്രോക്സിമേറ്റ് പ്രോഫിറ്റ് പെർസെന്റേജ് ഓൺ CP. പ്രോഫിറ്റ് പെർസെന്റേജ് ഓൺ CP ആണ്. അപ്പൊ പ്രോഫിറ്റ് പെർസെന്റേജ് ആണ് CP യിലാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ പ്രോഫിറ്റ് ബൈ CP × 100 അല്ലെ? ഇക്വേഷൻ ഒന്നും പരീക്ഷയ്ക്ക് പോകുമ്പോൾ എഴുതരുത്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് 32 അല്ലേ? പ്രോഫിറ്റ് 32 ബൈ 68 × 100. വെട്ടുമ്പോ എത്ര കിട്ടും? ഇവിടെ നമുക്ക് നോക്കിക്കേ, 4 കൊണ്ട് വെട്ടാം. 4 കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ എത്ര കിട്ടും? 8 എന്ന് കിട്ടും. ഇവിടെ 17 എന്ന് കിട്ടും. അപ്പൊ 800 ഡിവൈഡഡ് ബൈ 17. 17ന്റെ ടേബിൾ അറിയാവുന്നവർക്ക് അറിയാം. 5 × 17 85 ആണ്. അപ്പൊ 5 പോവില്ല. അപ്പൊ 4 തവണ എന്ന് പറയുമ്പോൾ 68 ആണ്. 12 120 വരും. 120 17 × 7 119 ആണ്. അപ്പൊ 7 തവണ പോകും. അപ്പൊ 47 പോയിന്റ് സംതിങ്. അപ്പൊ നമുക്ക് ആൻസർ എത്രയാണെന്ന് എഴുതാം? ഓപ്ഷൻ A 47% ആണ് എഴുതാം. അപ്രോക്സിമേറ്റ്ലി ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എത്രയാണ്? 47%. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 11th ക്വസ്റ്റ്യൻ. A man sells an article at a certain price. മാൻ ഒരു certain പ്രൈസിന് സാധനങ്ങൾ വിൽക്കുകയാണ്. ആൻഡ് സഫേഴ്സ് എ ലോസ് ഓഫ് 20%. 20% ലോസ് എന്ന് വെച്ചാൽ CP 100 ആണെങ്കിൽ അയാൾ വിൽക്കുന്ന എത്ര രൂപയ്ക്കാണ്? 80 റുപ്പീസിനായിരിക്കും. അതായത് 100% ആണെങ്കിൽ 20% ലോസ് ആയി കഴിഞ്ഞാൽ 80%-ത്തിനാണ് ഇപ്പൊ വിൽക്കുന്നത്. If he sells the articles at 100 more, അപ്പൊ ഈ 80%ന്റെ കൂടെ ഒരു 100 കൂടെ ഉണ്ടെങ്കിൽ അയാൾക്ക് എത്ര രൂപ പ്രോഫിറ്റ് കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 30% പ്രോഫിറ്റ്. 30% പ്രോഫിറ്റ് എന്ന് വെച്ചാൽ എത്ര? 130% ആവും. പ്രോഫിറ്റ് കൂടെ കൂട്ടിയിട്ട് 100 CP 30% പ്രോഫിറ്റ്. അപ്പൊ എന്താവും? 130 ആവും എന്നാണ് പറയുന്നത്. ഓക്കേടാ, ഈ 80% ഇപ്പുറത്ത് പോയി കഴിഞ്ഞാൽ എത്രയാവും? 130 - 80 ആവും. അപ്പൊ 50% എന്തിന് ഈക്വലാ? 100ന് ഈക്വലാ. എന്ന് വെച്ചാൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഫാക്ടർ 2 അല്ലേ? അപ്പൊ ഇവിടുത്തെ കോസ്റ്റ് പ്രൈസ് ആയ 100 എത്ര വരും? 200 വരും ഇവിടെ മക്കളെ. 200 വരും. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ചോദ്യം. ഓപ്ഷൻ D 200. 12ാമത്തെ ചോദ്യം നോക്കിക്കേ. റിയ ഓഫേഴ്സ് 12% ഡിസ്കൗണ്ട് ഓൺ ഓൾ ഹർ ഗുഡ്സ് and offers an additional discount of 6% for those customers who pay in cash. റിയ എന്താണ്? ഒരു 12% ഡിസ്കൗണ്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ട് അത് കൂടാണ്ട് എന്തും കൂടെ കൊടുക്കുന്നുണ്ട്? ഒരു 6% ഡിസ്കൗണ്ട് ക്യാഷിൽ പേ ചെയ്യുന്നവർക്കും കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഹൗ മച്ച് വിൽ എ കസ്റ്റമർ ഹാവ് ടു പേ ഫോർ എ ഫാൻ മാർക്ക്ഡ് അറ്റ് 2400 if he pays in cash? ക്യാഷിൽ പേ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അവിടുത്തെ മാർക്ക്ഡ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 2400 ആണ്. ഓക്കെ, അപ്പൊ അയാൾ എത്ര പേ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സെല്ലിംഗ് പ്രൈസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യത്തെ ഡിസ്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 12% അല്ലേ? അപ്പൊ 100ന്ന് 12 MP എന്തായിട്ട് എടുക്കാം? 100 ആയിട്ട് എടുക്കാം. അപ്പൊ 12% പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എത്ര പെർസെന്റേജ് ഉള്ളൂ? 88% ഉള്ളൂ. അപ്പൊ എങ്ങനെ എഴുതും? 24 അല്ല 2400 × 88 ഡിവൈഡഡ് ബൈ 100 എന്ന് കിട്ടും. അപ്പൊ എന്ത് ചെയ്തു? ഫസ്റ്റ് ഡിസ്കൗണ്ട് കഴിച്ചിട്ടുള്ള തുക. ഇനി വീണ്ടും ഒരു ഡിസ്കൗണ്ട് കിട്ടേണ്ട.
വീണ്ടും ഒരു ഡിസ്കൗണ്ട്. എത്രയുടെ ഡിസ്കൗണ്ടാ? 94 രൂപയുടെ ഡിസ്കൗണ്ടാ. അപ്പൊ 94/100. അപ്പൊ വീണ്ടും എന്ത് ചെയ്യും? 6% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? 94 ബാക്കിയുള്ളൂ. ഓക്കെ, 94 ഡിവൈഡഡ് ബൈ 100. അപ്പൊ ഈ 100ന്റെ 100 ഇവിടത്തെ 2 പൂജ്യവും വെട്ടിപ്പോയി. ഓക്കെ, അപ്പം ബാക്കി നമുക്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 88 ഉണ്ട്, 24 ഉണ്ട്. ഓക്കെ, 24 ഇൻറ്റു 8 നമുക്ക് ആദ്യമേ ചെയ്യാം. 24 ഇൻറ്റു 8 ചെയ്യുമ്പം 2 192 എന്ന് കിട്ടും. ഓക്കെ, 192 ഇൻറ്റു 11 ഇൻറ്റു 94. ഓക്കെ, അപ്പം നമ്മൾ നോക്കുമ്പോൾ ഇവിടെ 192 ഇൻറ്റു 94 ചെയ്യണം. ഓക്കെ, 4 ഇൻറ്റു 2 8. ഇവിടെ ഞാൻ ബട്ടർഫ്ലൈ മെത്തേഡ് ആണ് ചൂസ് ചെയ്യുന്നത്. 19നെ ഒരു സംഖ്യയായിട്ട് കണക്കൂട്ടി ചെയ്യാൻ പോവാണ്. 4 ഇൻറ്റു 2 8 ആണ്. ഓക്കെ, 19 ഇൻറ്റു 4. 19 ഇൻറ്റു 4 എത്രയാണെന്നറിയാം? 19 ഇൻറ്റു 4 76 ആണെന്നറിയാം. 76ന്റെ കൂടെ ഒരു 18 കൂടെ ചേരും. 76ന്റെ കൂടെ ഒരു 18 കൂടെ ചേരും. കാരണം എന്താണ്? ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ആണ് അല്ലെ. 96ന്റെ കൂടെ 96 അല്ലല്ലോ, 76ന്റെ കൂടെ ഒരു 18 കൂടെ ചേരുമ്പോ എത്ര ആവും? 94 ആവും. അപ്പൊ 4 എഴുതി, 9 റിമൈൻഡർ. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? 19 ഇൻറ്റു 9 ചെയ്യുക. 19 ഇൻറ്റു 9 ചെയ്യുക. അപ്പൊ അത് എത്ര കിട്ടും? 171 കിട്ടും. പിന്നെ ഒരു 9 കൂടെ, അപ്പം 180 എന്ന് കിട്ടും. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പം നമ്മളിപ്പോ ചെയ്ത ഓപ്പറേഷൻ ഇത് രണ്ടുമാണ്. അപ്പം 18048 ഇൻറ്റു 11. ഇനി 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ. 11 കൊണ്ട് എങ്ങനെയാ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 8 എഴുതി, ലാസ്റ്റ് പ്ലേസ് 8 എഴുതി, ഈ 4ഉം 8ഉം കൂടെ കൂട്ടി 12, റിമൈൻഡർ 1, ഇത് രണ്ടും കൂടെ കൂട്ടി 4 പ്ലസ് 1 5, പിന്നെ ഇത് രണ്ടും കൂടെ കൂട്ടി 8, ഇത് രണ്ടും കൂടെ കൂട്ടി 9, 1. അപ്പൊ നമ്മൾ 2 ഡെസിമൽ മാറി കുത്തണ്ടേ? കാരണം എന്താണ്? ഇവിടെ ഒരു 100 കൂടെ ഉണ്ടാ. ആ 100 നമ്മൾ വിട്ടുപോയി. ഓക്കെ, അപ്പൊ ആ 100 കൂടെ ഉണ്ട്. അപ്പൊ ആ 100 കൂടെ ചേർക്കുമ്പോ എത്ര കിട്ടും? നമുക്ക് ഓപ്ഷൻ എ 1985.28 എന്ന് കിട്ടും. അപ്പൊ ഓപ്ഷൻ എ ആണെന്ത്? റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. 12 നോക്കാം. എ ട്രേഡർ മാർക്സ് ഹിസ് ഗുഡ് അറ്റ് 20% ഹയർ ദാൻ കോസ്റ്റ് പ്രൈസ്. ഓക്കെ, ട്രേഡർ എന്താണ്? 100% കൂടുതലായിട്ട് മാർക്ക് ചെയ്യാണ്. സോറി, 20% കൂടുതലായിട്ട് മാർക്ക് ചെയ്യാണ്, വിൽക്കുകയാണ്. ഓക്കെ, ഫർദർ ഹി യൂസസ് എ weighing balance which shows 800 grams for a kilogram. ഓക്കെ, 1000 ഗ്രാം തൂക്കുന്നതിന് വരെ പുള്ളി എന്ത് ചെയ്യാണ്? കുറച്ച് വെയിറ്റ് വെച്ച് കൂടും, തൂക്കി കൊടുക്കുമ്പോൾ പുള്ളിക്ക് ലാഭം കൂടും. അപ്പൊ ഇത് ഡിസോണസ്റ്റ് തിയറം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലെ പ്രോബ്ലം ആണ്. വാട്ട് ഈസ് ഹിസ് പ്രോഫിറ്റ് പെർസെന്റേജ്? ഓക്കെ, ഇങ്ങനെയുള്ള കേസിൽ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ആദ്യത്തെ മെത്തേഡ് ഞാൻ പറയാം. ഓക്കെ, രണ്ടാമത്തെ മെത്തേഡാണ് കുറച്ചുകൂടെ എളുപ്പം, പക്ഷെ അത് ഇത്തിരി തിങ്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ കൺവീനിയന്റ് അത് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സാധനം വാങ്ങിക്കാൻ പോണ് 1000 ഗ്രാം. പുള്ളിക്കാരൻ വാങ്ങിയത് 1000 ഗ്രാം വാങ്ങിക്കുന്നുണ്ട്, ഒരു 100 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ഓക്കെ, 100 രൂപയ്ക്ക്. അങ്ങനെയാണെങ്കിൽ പുള്ളി വിൽക്കുമ്പോ എത്ര രൂപയ്ക്ക് വിൽക്കുന്നുള്ളൂ? 800 ഗ്രാമേ വിൽക്കുന്നുള്ളൂ. എത്ര രൂപയ്ക്ക്? 120. അതായത് 20% ഹയർ ദാൻ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം പുള്ളി വിൽക്കുന്നത് എത്ര രൂപയ്ക്കാ? 120 രൂപയ്ക്ക്. ഇനിയുള്ള നമുക്കുള്ള കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വിൽക്കുന്ന 2 വെയിറ്റും എന്താണ്? ഡിഫറെന്റ് ആണ്. ആ 2 വെയിറ്റ് നമുക്ക് എന്താക്കണം? സെയിം ആക്കണം. വേണമെങ്കിൽ നമുക്ക് റേഷ്യോ എടുത്ത് വെട്ടാം. ഓക്കെ, വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 5:4 എന്ന് കിട്ടും. ഓക്കെ, വെയിറ്റിന്റെ റേഷ്യോ അത് എന്താക്കണം? സെയിം ആക്കണം. എന്ന് വെച്ചാൽ LCM 20 ആക്കണം. അപ്പൊ ഇവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പൊ 4 × 5 20 ആവും. ഇവിടെ 5 ആണ്, അപ്പൊ സോറി 5 × മൾട്ടിപ്ലൈ ആണ്. ഇവിടെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്, ഇപ്പൊ 20 ആവും. ഇവിടെ 4. അപ്പൊ എന്ത് കിട്ടും? 400 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം വിറ്റത് എത്ര രൂപയ്ക്കാണ്? പുള്ളി വിറ്റത് 5 × 120. 5 × 120 എന്ന് പറയുമ്പോൾ 600 രൂപയ്ക്ക്. ഓക്കെ, 600 രൂപയ്ക്കാണെന്ത് പുള്ളി വിറ്റത്. അപ്പൊ പുള്ളിക്ക് എത്ര ലാഭം കിട്ടി? അവിടുത്തെ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? പ്രോഫിറ്റ് പെർസെന്റേജ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് ബൈ CP. പ്രോഫിറ്റ് 200 ആണ്, CP എത്രയാണ്? 400 × 100. ഇത് ചെയ്യുമ്പോ എത്ര കിട്ടും? 50% എന്ന് കിട്ടും. 50% ഓപ്ഷൻ സി. ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം, വെയിറ്റ് സെയിം ആക്കിയിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന മെത്തേഡ് നോക്കിക്കേ. അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന മെത്തേഡ് ഇങ്ങനെയാണ്. അപ്പൊ ഇനി ആ ഒരു ഷോർട്ട് കട്ട് നോക്കാം നമുക്ക്. ഓക്കെ,
അപ്പൊ അതിനു വേണ്ടി നമ്മൾ ആദ്യം നോക്കേണ്ടത്, നമ്മൾ വിൽക്കുന്നത് കോസ്റ്റ് പ്രൈസിനായിരുന്നെങ്കിൽ 100 രൂപയ്ക്കായിരുന്നു തന്നെ വിറ്റത്. ഓക്കെ, പക്ഷെ ഇവിടെ പ്രോഫിറ്റ് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ കോസ്റ്റ് പ്രൈസിനായിരിക്കും വിറ്റത് 100 രൂപ. പക്ഷെ ഇവിടെ എന്താണ്, ഒരു പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വിൽക്കുന്ന എത്ര രൂപയ്ക്കാന്ന് അറിയില്ല, അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം. ഓക്കെ, ഇനി നമ്മൾ വെയിറ്റ് യൂസ് ചെയ്യുന്നത് ആദ്യമേ എന്താണ് 1000 ഗ്രാം ആണ്. രണ്ടാമത് യൂസ് ചെയ്യുന്നത് രണ്ടാമത്തെ കേസിൽ 800 ഗ്രാം. ഓക്കെ, ആദ്യത്തെ കേസിൽ നമുക്ക് പ്രോഫിറ്റ് ഒന്നും തന്നെ ഇല്ല. രണ്ടാമത്തെ കേസിൽ എന്തുണ്ട്, പ്രോഫിറ്റ് ഉണ്ട്, 20% പ്രോഫിറ്റ്. അതുകൊണ്ട് 5 ആയിരുന്ന സാധനം എന്തായി, 6 ആയി എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം 100 ഇൻറ്റു ഇവിടെ വേണ്ട സാധനമാണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, വെയിറ്റ് കുറച്ച് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യും, വെയിറ്റ് കുറച്ച് യൂസ് ചെയ്തുകൊണ്ട് തന്നെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കൂടും. ഓക്കെ, അപ്പൊ എസ് പി എന്ത് ചെയ്യും, കൂടും. അപ്പൊ ഇവിടെ വലിയ വാല്യൂ എന്ത് വേണം, മുകളിൽ വരണം, ചെറിയ വാല്യൂ എന്ത് വരും, താഴെ വരും, ഇൻറ്റു. ഇനി ഇവിടെ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഉണ്ട്. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ എന്താണ്, നമുക്ക് കൂടുതൽ പൈസ കിട്ടും. കൂടുതൽ പൈസ കിട്ടും എന്നുള്ളതുകൊണ്ട് 6 മേലില് 5 താഴെ. ഓക്കെ, ഇനി വെട്ടാം. ഇവിടെ 5 4 വന്നു, വെട്ടി 3 2 50. അപ്പൊ എന്ത് കിട്ടും, 150 എന്ന് കിട്ടും. അതായത് 100-ന് മേടിക്കുന്ന സാധനം നമ്മൾ വിൽക്കുന്ന എത്രയ്ക്കാണ്, 150-ക്കാണ്. എന്ന് വെച്ചാൽ 50% അധികം. അപ്പൊ നമ്മുടെ പ്രോഫിറ്റ് എന്ത് കിട്ടും, 50. ഒന്നുകിൽ ഈ മെത്തേഡ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റേ മെത്തേഡ് ചെയ്യാം. അത് രണ്ടും നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പം ഈ മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും മാത്രമേ എഴുതാവുള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം. ദി മാർക്ക്ഡ് പ്രൈസ് ഓഫ് എ സ്കൂട്ടർ ഈസ് 1,80,000. The shopkeeper gave a scheme discount of 4% on 1,20,000 and 2.5% on the remaining amount. Then the selling price of scooter is എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പം ഈ 1,80,000 വിലയുള്ള സ്കൂട്ടറിനെ രണ്ടായിട്ട് ഭാഗിക്കുകയാണ്. എന്താണ്, 1,20,000 ബാക്കി 60,000. ഓക്കെ, അപ്പൊ ഈ 1,20,000 മണ്ടയ്ക്ക് നമുക്ക് എന്ത് കിട്ടും, ഒരു 4% പ്രോഫിറ്റ് കിട്ടും. 4% പ്രോഫിറ്റ് എന്ന് വെച്ചാൽ പിന്നെ അതിന്റെ 96% ഉള്ളടാ. ഓക്കെ, അപ്പൊ നമുക്ക് 96 ഇൻറ്റു 12 ചെയ്യണം. 96 ഇൻറ്റു 10 960 ആണ്. 96 ഇൻറ്റു 2 192 ആണ്. അപ്പൊ 192-ഉം 960 കൂടെ നമുക്ക് എത്ര കിട്ടും, 1152 എന്ന് കിട്ടും. ഓക്കെ, പിന്നെ എന്താണുള്ളത്, നമുക്ക് 2 പൂജ്യം കൂടെ ഉണ്ട്. അപ്പൊ ആ ഒരു 1,20,000 എന്നുള്ള തുകയിൽ ഡിസ്കൗണ്ട് കഴിച്ചിട്ട് ബാക്കി എത്ര ഉണ്ട്, 1,15,200 ഉണ്ട്. അതേസമയം ഇവിടെ ആണെങ്കിലോ, ഇവിടെ നമുക്ക് 2.5% ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ ഇതിന്റെ 2.5% കുറയും. ഇതിന്റെ 25 എന്ന് വെച്ചാൽ പകുതിയുടെ പകുതിയാണ്, 30,000 15,000. ഓക്കെ, 15,000 അല്ല, പകരം കുറയുന്ന എത്രയാണ്, 1,500 ആണ്. അപ്പൊ 60,000 നിന്ന് 1,500 കുറഞ്ഞു കഴിഞ്ഞാൽ 58,500 രൂപ ബാക്കി കാണും. ഓക്കെ, ഇങ്ങനെ വേണം നമ്മൾ അപ്രോച്ച് നടത്താൻ. അപ്പം ബാക്കി ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് എന്നുള്ളത് എത്രയാവും, 115,200. പിന്നെ എന്ത് വരും, ബാക്കിയുള്ള തുകയും കൂടെ. അപ്പൊ അത് രണ്ടും കൂടെ ഡിസോണസ്റ്റ് ഡീലർ എന്നൊരു ചോദ്യമാണ് വന്നിരിക്കുന്നത്. നോക്കാം. ഓക്കെ, ഡിസോണസ്റ്റ് ഡീലർ ക്ലെയിംസ് ടു സെൽ റൈസ് അറ്റ് എ കോസ്റ്റ് പ്രൈസ് ഓഫ് 95 per kilogram. ഓക്കെ, ഡിസോണസ്റ്റ് ഡീലർ എന്ത് ചെയ്യാണ്, പുള്ളി വാങ്ങിച്ച 95 രൂപയ്ക്ക് തന്നെ എന്താണ് വിൽക്കാൻ പോവുകയാണ്. പുള്ളി 1000 കിലോഗ്രാം വാങ്ങിച്ചാണ്. ആ 1000 കിലോഗ്രാം അല്ല, സോറി, 1000 ഗ്രാം ഓടിച്ചാണ് 95 റുപ്പീസിനാണ് വാങ്ങിച്ചത്. പക്ഷെ പുള്ളി യൂസ് ചെയ്യുന്ന വെയിറ്റ് എന്താണ്, 950 ഗ്രാം ആണ്. പുള്ളി സെല്ല് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന വെയിറ്റ് 950 ഗ്രാം ആണ്. 950 എത്രയ്ക്ക് വിൽക്കുന്നു, 95 വിൽക്കുന്നു. വേണമെങ്കിൽ നമുക്ക് ഇത് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് ഈ ഒരു വെയിറ്റിന്റെ റേഷ്യോ എത്ര ആയിട്ട് 20:19 ആയിട്ട് എഴുതാം. ഓക്കെ, 20:19 ആയിട്ട് എഴുതി കഴിഞ്ഞാൽ എന്ത് വരും, ഇവിടെ റേഷ്യോസ് സെയിം ആക്കണം. റേഷ്യോസ് സെയിം ആക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, LCM എടുക്കാം. 380 ആണ്. അപ്പോൾ 90 മേളിൽ 90 താഴെ 28 മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോഫിറ്റ് നോക്കിക്കേ. പ്രോഫിറ്റ് എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് ആണ്. ഇതെന്താണ്, CP ആണ്. അപ്പൊ പ്രോഫിറ്റ് എന്നുള്ളത് 95 തന്നെ കിട്ടും. പ്രോഫിറ്റ് 95 × 20 - 95 × 19 ആണ്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് 95 കിട്ടും. പ്രോഫിറ്റ് ബൈ CP എന്ന് പറയുന്നത് 95 × 90. 90 ന് 90 വെട്ടി, അപ്പൊ 1/90 × 100. അപ്പൊ കാണാതെ പഠിക്കേണ്ട ഒരു ഫ്രാക്ഷൻ ആണ്. കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒറ്റയടിക്ക് എന്ത്, ഓപ്ഷൻ ബി ആണ് എന്ത്, 5/19%. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ ചോദിച്ചാൽ നിങ്ങൾ ചെയ്ത്
he at a profit of 11 1/9 percentage, but he cheats to extent of cheats to the extent of 11 1/9% while measuring. Okay, പുള്ളി രണ്ട് ചീറ്റിംഗ് നടത്തുകയാണ്. രണ്ട് ചീറ്റിംഗ് രണ്ട് ചീറ്റിംഗ് മീൻസ് രണ്ട് ചീറ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല. ആദ്യത്തെ എന്താണ് ഒരു പ്രോഫിറ്റ് ലഭിക്കുന്നത്, പ്രോഫിറ്റ് ലഭിക്കുന്നത്. പക്ഷേ രണ്ടാമത്തെ എന്താണ് ചീറ്റിംഗ് ആണ്. കാരണം എന്താണ് ആൾ സ്ട്രേറ്റ് യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ആദ്യത്തെ കാര്യം നോക്കാം. ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 100 എടുക്കാം. ഓക്കെ, 100 ആയിരുന്നു നേരത്തെ പ്രൈസ്. നമുക്ക് മറ്റേ മെത്തേഡ് ചെയ്യാം. 100 ആദ്യത്തെ പ്രൈസ്. അപ്പം ആദ്യമേ പുള്ളി ചെയ്യുന്നത് എന്താണ്, പുള്ളി ഒരു പ്രോഫിറ്റിൽ വിൽക്കുകയാണ്. പ്രോഫിറ്റിൽ വിൽക്കാന്ന് വെച്ചാൽ 1/9 പ്രോഫിറ്റ്. അപ്പൊ 9 മേടിച്ച സാധനം പുള്ളി 10 വിൽക്കുകയാണ്. ഓക്കെ, ഇൻറ്റു 10/9 എന്നാവും. പിന്നെ എന്താണ്, പിന്നെ പുള്ളി എന്ത് ചെയ്യാണ്, പുള്ളി ചീറ്റിംഗ് നടത്താണ്. ഓക്കെ, 9 ഇടേണ്ടിരുന്ന സ്ഥലത്ത് 1/9 കുറയ്ക്കുകയാണ്. അപ്പൊ 8 വരും. 8 വന്നു കഴിഞ്ഞാൽ എന്താണ് പ്രോഫിറ്റ് കൂടും. അപ്പൊ പ്രോഫിറ്റ് കൂടുമ്പോൾ എന്തുകൊണ്ടായാലും 9ലും 8ലും വലിയ നമ്പർ മേളിൽ വരും. അപ്പൊ 9/8. ഇങ്ങനെയാണ് എന്ത് ആ ഓവറോൾ എന്ത് വരുന്നത് പ്രൈസ് വരുന്നത്. അപ്പൊ 9 9 വെട്ടിപ്പോയി, 10 വെട്ടി 4 തരാം. ഇത് വെട്ടി നമുക്ക് എന്താ 25. അപ്പൊ എന്ത് കിട്ടാം, 125 എന്ന് കിട്ടാം. ഓക്കെ, 125 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, 100 വാങ്ങിച്ച സാധനം പുള്ളി എത്രയ്ക്ക് വിൽക്കും, 120. അപ്പൊ അവിടുത്തെ ലാഭം എന്ന് പറയുന്നത് എത്രയാണ്, 25% ആണ്. 25% ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് 17ാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. 17ാമത്തെ ചോദ്യം. Two objects were sold for rupees 9900. One of the objects sold at 10% loss and other sold at 10% gain. The net gain or loss in whole transaction is എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, നേരത്തെ നമ്മൾ ചെയ്ത ഒരു ടൈപ്പ് ആണ്. ആദ്യത്തെ ഒരു ഒബ്ജക്റ്റ് എന്ത് 10% ലോസ്, 10% 1/10 ആണെന്ന് അറിയാം. അപ്പൊ CP 10 ആണെങ്കിൽ അതിന്റെ 10% ആയ 1 കുറയും. അപ്പൊ SP എന്താവും, 9 ആവും. ഇനി രണ്ടാമത്തെ പ്രൊഡക്റ്റിലാണെങ്കിലോ, രണ്ടാമത്തെ പ്രൊഡക്റ്റിലാണെങ്കിൽ 1 ഗെയിൻ ആണ്. അപ്പം CP എന്താവും, SP എന്താവും, 11 ആവും. ഇനി ഈ രണ്ട് SPയും സെയിം ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ SPs നമുക്ക് സെയിം ആക്കണം. LCM എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് സെയിം ആക്കുക. സെയിം ആക്കുമ്പോൾ ടോട്ടൽ SP എന്ന് പറയാൻ 99 99 കൂടെ 188 വരും. ഇവിടെ 110 90 കൂടെ 200 വരും. ഇപ്പൊ 200 റേഷ്യോ എന്തായി, 198. അപ്പൊ അവിടുത്തെ നഷ്ടം എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ ആ 2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 198 എത്രയാണെന്നറിയാം, 198 9900 into 2 ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ 2 എന്ത് വരും, 2/198 into 9900 into 2. ഓക്കെ, അപ്പം 9 കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 11 വരും, ഇവിടെ 22 വരും, 2 വരും. ഓക്കെ, ഒരു 200 എന്ന് വരും. അപ്പം നഷ്ടം എന്താണ്, ഇവിടെ എന്താണ് നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്, കുറഞ്ഞിരിക്കുകയാണ്. അപ്പം എന്താണ് നമ്മുടെ ആൻസർ, ലോസ് ഓഫ് 200 rupees. 18th ചോദ്യം. സമീർ purchased 20 dozen of toys at a rate of 372 per dozen. ഓക്കെ, ഒരു ഡസന് 372 എന്നാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു വളയ്ക്ക് എത്ര രൂപയായിരിക്കും, ഒരു വളയല്ലല്ലോ ടോയ്, ഒരു CP എന്ന് പറയുന്നത് എത്രയായിരിക്കും, 372/12 ആയിരിക്കും. ഒരെണ്ണത്തിന്റെ CP എത്ര കിട്ടും, അത് 331 കിട്ടും. 31 വാങ്ങിക്കുന്ന സാധനം 32 വിൽക്കേണ്ട. അപ്പൊ പ്രോഫിറ്റ് പെർസെന്റേജ് 1/31 into 100 അല്ലേ, അത് ഏകദേശം എത്ര കിട്ടും, 3 പോയിന്റ് സംതിങ്, 3.22 എന്നൊക്കെ കിട്ടുമായിരിക്കും. ഓക്കെ, 3.22 എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്, ഓപ്ഷൻ ബി 3.2. 9th ചോദ്യത്തിലോട്ട് പോവാം. 9th ചോദ്യം. ആഫ്റ്റർ ഗെറ്റിംഗ് 2 successive discount, രൂപ ഗോട്ട് എ ഡ്രസ്. രൂപയ്ക്ക് കിട്ടി. അപ്പൊ രൂപയുടെ സെല്ലിംഗ് പ്രൈസ് ആണിത്. ഹൂസ് മാർക്ക്ഡ് പ്രൈസ് ഈസ് 2000. അപ്പൊ മാർക്ക്ഡ് പ്രൈസ് 2000 ആണ്. ആദ്യത്തെ ഡിസ്കൗണ്ട് തന്നിട്ടില്ല. ഓക്കെ, ഡിസ്കൗണ്ട് ഇപ്പം 10 ആണെങ്കിൽ റിമൈനിങ് എത്ര വരും, 90 വരും. അപ്പൊ ഇവിടെ റിമൈനിങ് ആയിട്ടുള്ള സാധനം നമുക്ക് X എന്ന് എടുക്കാം. ഓക്കെ, റിമൈനിങ് ആയിട്ടുള്ള സാധനം X%. അപ്പം റിമൈനിങ് X% കാണും. രണ്ടാമത്തെ ഡിസ്കൗണ്ട് എത്രയാണ്, 8% ആണ്. അപ്പൊ റിമൈനിങ് എത്ര കാണും, 92 കാണും. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള മാർക്ക്ഡ് പ്രൈസ് ആണ് എന്ത് ഇത്. ഓക്കെ, അപ്പൊ ഈ 2 0 വെട്ടി, 2 0 വെട്ടി. അപ്പൊ ഈ 100 അങ്ങ് ഇവിടെ പോകുമ്പോ എന്താവും, 161920 എന്നാവും. ഓക്കെ, 92 താഴെ വരും, 20 താഴെ വരും. ഓക്കെ, വെട്ടി, ഇത് കൊണ്ട് വെട്ടിയപ്പോ 8096 എന്ന് വന്നു. 49 ഇത് വെട്ടിയപ്പോൾ 48. ഓക്കെ, നോക്കിക്കേടാ,
ഇതിനെ 8 ആക്കണമെങ്കിൽ ഇത് വെട്ടുമ്പോൾ നമുക്ക് ഏകദേശം 88 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെ 88 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? 100 ന്ന് 12 കുറഞ്ഞാണ് എന്ത് 88 ആയത്. അപ്പൊ ഡിസ്കൗണ്ട് എത്രയാണ്? 12% ആണ് മക്കളെ. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി 12%. 20th ചോദ്യം, 20ാമത്തെ ചോദ്യം. Applied to a bill of rupees 10,000, the difference between a discount of 32% and two successive discount of 20% and 12%. Okay, 1000 രൂപ എന്ന് പറയുന്ന സ്ഥാനത്തില്, മാർക്ക്ഡ് പ്രൈസ് ഉള്ള ഒരു സാധനത്തിൽ 32% ഡിസ്കൗണ്ടും അതുപോലെ തന്നെ വേറൊരു ഡിസ്കൗണ്ട് സ്കീം കൊടുക്കുകയാണ്, സക്സസീവ് ഡിസ്കൗണ്ട് 20%, 12%. ഓക്കെ, അപ്പൊ 32% ഡിസ്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് എത്രയാണ്? 32 × 100, 3200 എന്ന് വരും. അതേസമയം മറ്റേ ഡിസ്കൗണ്ട് കൊടുക്കുകയാണ് 20%-ന് 12. ആദ്യമേ 20% കൊടുക്കുമ്പോൾ ഒരു 2000 രൂപ ഓഫ് കിട്ടും. ബാക്കി 8000-ന്റെ 12% ഡിസ്കൗണ്ട്. ഓക്കെ, 8000-ന്റെ 12% എന്ന് പറയുമ്പോൾ 960 രൂപ. അങ്ങനെയാണെങ്കിൽ ഇത്രയും രൂപ അവിടെ ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടും. അപ്പൊ അവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 40, 200, 240 രൂപ ആയിരിക്കുന്നത് അവരുടെ ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, 21ാമത്തെ ചോദ്യം. അപ്പൊ നോക്കാം, ഈ ഒരു ചോദ്യത്തിൽ ചെയ്യുമ്പോൾ ആദ്യമേ മാർക്ക്ഡ് പ്രൈസ് എഴുതുക, ഇൻറ്റു 10% ആദ്യത്തെ ഡിസ്കൗണ്ട്, അപ്പൊ 90/100 എന്ന് എഴുതാം. 0 വെട്ടി, ഈ ഒരു 0 വെട്ടി, ഇൻറ്റു അടുത്ത 5% ആണ് ഡിസ്കൗണ്ട്. 5% വെച്ചാൽ ബാക്കി എത്ര കാണും? 95% ആണ്. 95/100, 95/100 എന്ന് വെച്ചാൽ എത്രയാണ്? 90/20 ആണ്. 0 വെട്ടി, 2 കൊണ്ട് വെട്ടി കഴിഞ്ഞാൽ ബാക്കി 90 ആണ്. ഓക്കെ, ഇനി അടുത്ത എത്രയാണ്? അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര പെർസെന്റേജ് വരും? 98% ബാക്കി കാണും, 2% പോയി കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നോക്കിക്കേ, കാൽക്കുലേറ്റ് ചെയ്യാൻ നിൽക്കരുത്. നോക്കിക്കേ, നമുക്ക് നോക്കുമ്പോൾ ഒരു 0 വെട്ടാം. ഓക്കെ, ബാക്കി എത്ര ഉണ്ട്? 10 ഉണ്ട്. ഓക്കെ, ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ 9 × 9 81 ആണ്. അപ്പം യൂണിറ്റ് പ്ലേസ് 1 ആണ്. വീണ്ടും 1 × 9 ചെയ്യുമ്പോൾ 9 വരും. 9 × 8 ചെയ്യുമ്പോൾ 72 വരും. ഓക്കെ, അപ്പൊ യൂണിറ്റ് പ്ലേസ് 2 ആണ്. ഒരു പോയിന്റ് മാറി, അതായത് 0.2 എന്ന് വരും. അപ്പൊ ഓപ്ഷനിൽ നോക്കാം 0.2 വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഏതാണ്? ഓപ്ഷൻ ബി. അപ്പൊ നമ്മുടെ റൈറ്റ് ആൻസർ ഏതാണ്? 15082.20. അപ്പൊ ഇങ്ങനെയായിട്ടുള്ള സ്മാർട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറെ ടൈം ലാഭിക്കാൻ പറ്റും. ഓക്കെ, ഇല്ലെങ്കിൽ ഇത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് ചുമ്മാ കിടന്ന് കുറെ സമയം കളയണം. അതിന്റെ ഒന്നും ആവശ്യമില്ല, ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. 22nd ചോദ്യം. ഓക്കെ, single discount equivalent to successive discount of 30%, 50% and 5%. Okay, അപ്പം സിംഗിൾ ഡിസ്കൗണ്ട്, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിംഗിൾ ഡിസ്കൗണ്ട് എത്ര എന്നാണ് ചോദ്യം. ഓക്കെ, ആദ്യമേ 100 ആയിരുന്ന സാധനം ഒരു 30 ഡിസ്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ 70 ആയി. ഓക്കെ, പിന്നെ 15% ഡിസ്കൗണ്ട് കൊടുക്കണം. 15% ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ ബാക്കി എത്രയേ ഉള്ളൂ? 80. അതിന്റെ 85% ഉള്ളൂ. അപ്പൊ ഇങ്ങനെ എഴുതും, ഇൻറ്റു 85/100, അതെന്ന് വെച്ചാൽ 17/20 ആണ്. ഓക്കെ, ഇൻറ്റു അടുത്തത് എത്രയാണ്? 95% ആണ്. 95% വെച്ചാൽ 5% ആണ് ഡിസ്കൗണ്ട്. അപ്പൊ 95% റിമൈനിങ് വരും. അപ്പൊ 95/100 എന്ന് വരും. ഈ 0 വെട്ടി. ഓക്കെ, ബാക്കി ചെയ്യുമ്പോൾ ഇവിടെ അതേ കണക്ക് നോക്കുക. ഓക്കെ, അപ്പൊ 17 × 7 എന്താണ്? 17 × 7 ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ വെട്ടാം. ഓക്കെ, 3.5 എന്ന് വരും. ഓക്കെ, ഇവിടെ ഒരു 3 ഡെസിമൽ എന്തായാലും വരും. കാരണം എന്താണ്? ഇവിടെ ആൾറെഡി ഒരു ഡെസിമൽ ഉണ്ട്, പിന്നെ ഒരു 2 ഡെസിമൽ കൂടെ കയറി വരും. ഓക്കെ, അപ്പൊ ഇവിടെ ലാസ്റ്റ് 2 5ന്റെ സംഭവം ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരും. ഓക്കെ, മിക്കവാറും. അപ്പൊ നമുക്ക് നോക്കാം, 35 × 17. ഇതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ മെത്തേഡ്, നമുക്കൊരു ഡിജിറ്റ് സം മെത്തേഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്, അത് നോക്കാം. അതിൽ എങ്ങനെയാണ് അപ്രോച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്പേഴ്സിന്റെ സം എടുക്കുക. ഇവിടെ 3.5 ഉണ്ട്. അപ്പൊ 3ഉം 5ഉം കൂടെ 8 ആണ്. അപ്പൊ 8 ഇൻറ്റു ഇവിടെ എന്താണ്? 8 ആണ്. ഇവിടെ 9ഉം 5ഉം 14 വരും. അപ്പൊ 14ന്റെ 4ഉം 1ഉം കൂടെ കൂട്ടാം. 4ഉം 1ഉം കൂടെ കൂട്ടാം 5 വരും. ഇത് 40 × 8 320.
320 എന്ന് വരും. അപ്പൊ 320 എന്ന് പറയുമ്പോൾ ഡിജിറ്റ് സം എത്ര വരും? 3 + 2 + 0 5 വരും. അപ്പൊ ഇതിനകത്ത് ഡിജിറ്റ് സം ഏത് വരും നോക്കാം. ഇത് രണ്ടുമേ ഉള്ളൂ നമ്മുടെ എന്താണ് 3 ഡെസിമൽ വരുന്ന രണ്ട് ഓപ്ഷൻസ്. അപ്പൊ നമ്മൾ 5 ഡിജിറ്റ് സം വരണം. 5 5 5 15 15 8 15 8 23. ഇവിടെ ഡിജിറ്റ് സം 5 വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കാം 4 8 11 2 9 5. ഇവിടെയും 5 വരും. അപ്പം വേറെ മാർഗമില്ല, ചെയ്ത് നോക്കിയേ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യുമ്പം 35 × 17 ആദ്യമേ ചെയ്യാം. 35 × 17 ചെയ്യുമ്പോൾ 17ന്റെ ടേബിൾ അറിയാമെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാം. ഓക്കെ, 85 വരും അല്ലെ? 17 × 5 85 വരും. അപ്പം ആ ഒരു എന്താണ് 5 നമ്മൾ ഇവിടെ എഴുതി, 8 റിമൈൻഡർ ആണ്. ഓക്കെ, 8 റിമൈൻഡർ വന്നു കഴിഞ്ഞാൽ ബാക്കി 17 × 351 + 8 595 എന്ന് വരും. ഓക്കെ, ആ 595ന്റെ കൂടെ വീണ്ടും ഒരു 95 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറെ മെത്തേഡ് ഒന്നുമില്ല, മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പൊ ഇവിടെ എളുപ്പത്തിന് വേറെ മെത്തേഡ് ഒന്നുമില്ല. ഓക്കെ, അപ്പൊ 595 × 95. ഓക്കെ, വേണമെങ്കിൽ ഒരു ബട്ടർഫ്ലൈ മെത്തേഡ് ഒന്ന് ചൂസ് ചെയ്ത് നോക്കാം. 5 × 5 25 ആണ്. 2 റിമൈൻഡർ 59 × 5. 59 × 5 എന്ന് പറയുന്നത് 59ന്റെ പകുതി 59 × 5 295 വരും. 295 ഉം 45. 295 ഉം 45 340 342 വരും. 234. അടുത്തത് 59 × 9. 59 × 9 എന്ന് പറയുമ്പോൾ 1 8 531 വരും. 531 പിന്നെ ഒരു 34 കൂടെ. ഓക്കെ, 56525 എന്ന് വരും. അപ്പൊ നമ്മുടെ ആൻസർ എത്ര വരും? 56525. നമ്മുടെ ആൻസർ 2 ഡെസിമൽ മാറിയിട്ട് 3 ഡെസിമൽ മാറിയിട്ട് 56.525%. ഓപ്ഷൻ ഡി ആണ് എന്ത് കറക്റ്റ് ആയിട്ടുള്ളത്. ഇവിടെ നമ്മൾ കുറച്ചധികം മെത്തേഡ്സ് നോക്കി, അതെന്തിനാണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം കഴിവതും നിങ്ങള് ഡിജിറ്റ് സമക ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ, മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ പരീക്ഷ എക്സാംസ് ഭയങ്കര എളുപ്പമാണ്. അപ്പം ഡിജിറ്റ് സം വെച്ചൊക്കെ പോകാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. ഇപ്പം ഈ ഒരു ഓപ്ഷൻസ് തന്നെ വേണ്ട 2 ഡിജിറ്റ് സം വന്നു. അപ്പം ഡിജിറ്റ് സം നോക്കണ്ട ഇനിയുള്ള പരീക്ഷകളിൽ. നിങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പോകുന്ന മെത്തേഡ്സ് നോക്കുക. ഓക്കെ, അടുത്ത 23rd ചോദ്യമാണ്. 23rd ചോദ്യം. Priya allows 5% discount on marked price of her goods and still earns a profit of 18%. Okay, പ്രിയ 5% ഡിസ്കൗണ്ട് അലോ ചെയ്യും, എന്നിട്ടും പുള്ളിക്കാരി എന്ത് 18% പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് പുള്ളിക്കാരിക്ക്. വാട്ട് ഈസ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ഐറ്റം ഇഫ് ഇറ്റ്സ് മാർക്ക്ഡ് പ്രൈസ് ഈസ് 944? ഓക്കെ, 944 എന്ന് പറയുന്നതാണ് എന്ത് അവരുടെ മാർക്ക്ഡ് പ്രൈസ്. അപ്പം ആ മാർക്ക്ഡ് പ്രൈസ് നമുക്ക് സെല്ലിംഗ് പ്രൈസിലോട്ട് വരണമെങ്കിൽ എത്ര വരണം? സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 5% ഡിസ്കൗണ്ട് കിട്ടും. അപ്പൊ 95/100 എടുക്കണം. ഓക്കെ, അതിന്റെ 95/100. ഇപ്പൊ നമ്മൾ സെല്ലിംഗ് പ്രൈസ് ഇരിക്കുകയാണ്. ഈ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? 118 ആണ്. നമുക്ക് 100 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായി? CP ആയിടാം. അപ്പം നമുക്ക് 100 വേണം. അപ്പൊ 100 വേണം ബൈ 118. ഓക്കെ, അപ്പം ഇത് ഒന്ന് വെട്ടി ചുരുക്കാൻ പറ്റുമോ? 100 വെട്ടി 100 വെട്ടി 119 എന്ന് പറയുന്നത് 118 എന്ന് പറയുന്നത് 19ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പൊ അത് വെച്ച് വെട്ടാൻ പറ്റില്ല. നമുക്ക് ഒരു കാര്യം ചെയ്യാം, 2 കൊണ്ട് വെട്ടാം. 2 കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ 5 9. ഇവിടെ 944ന് 2 കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ 4 7 2. 4 7 2. 4 7 2ന് 4 7 2ന് നോക്കിയേ, 8 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് 59ന് 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4 7 2 ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എത്ര വരും? 95 × 8. 95 × 8 എന്ന് പറയുമ്പം 95 × 8 എന്ന് പറയുമ്പം എത്ര കിട്ടും? 760 എന്ന് കിട്ടും. 760. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ 760. ഇവിടെ 95 × 8 എന്ന് പറയുന്നത് എങ്ങനെ പെട്ടെന്ന് എടുത്തു? ഇരട്ടി 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 3 ഇരട്ടി. ഇരട്ടി എന്ന് പറയുമ്പോൾ 190, പിന്നെ 380, അതിന്റെ ഇരട്ടി 760. ഓക്കെ, അടുത്ത ചോദ്യം 24ാമത്തെ ചോദ്യം. സെക്ഷൻ എൻഡ് ആവാറായി. ഓക്കെ,
ഒരു ചോദ്യം കൂടെ ഉള്ളൂ. 25ാമത്തെ ചോദ്യം കൂടെ ഒന്ന് നോക്കിക്കോളാം. എ ഷോപ്പ് കീപ്പർ സെൽസ് ഹിസ് ഓൾഡ് സ്റ്റോക്ക് അറ്റ് 25% ലോസ് ഓൺ കോസ്റ്റ് പ്രൈസ് ബട്ട് യൂസസ് 30% ലെസ് വെയിറ്റ്. ഓക്കെ, അപ്പം എന്താണ് നമ്മുടെ ഈ ഒരു കേസാണ് എന്താണ് ഡിസോണസ്റ്റ് ഡീലർ. ഓക്കെ, കോസ്റ്റ് പ്രൈസ് 25% ലോസിലാണ് പുള്ളി വിൽക്കുന്നത്. അപ്പൊ 4 രൂപയ്ക്ക് മേടിച്ച സാധനം പുള്ളി 4 രൂപയ്ക്ക് മേടിച്ച സാധനം എത്ര രൂപയ്ക്ക് വിൽക്കുകയാണ്? 3 രൂപയ്ക്ക് വിൽക്കുകയാണ്. വെയിറ്റ് എങ്ങനെയാണ്? വെയിറ്റ് പക്ഷെ പുള്ളി യൂസ് ചെയ്യുന്നത് എന്താണ്? 30% ലെസ് ആയിട്ട്. അതായത് 100 ഗ്രാം മേടിക്കുന്നെങ്കിൽ 70 ഗ്രാം എന്ത് ചെയ്യുന്നുള്ളൂ? വിൽക്കുന്നുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വെയിറ്റ് ഒന്ന് കട്ട് ചെയ്ത് ചുരുക്കാം. വെയിറ്റ് ഈക്വൽ ആക്കണം. വെയിറ്റ് ഈക്വൽ ആക്കുന്നു. വെയിറ്റ് ഈക്വൽ ആക്കി കഴിഞ്ഞാൽ 28 ആദ്യമേ വാങ്ങിക്കുമ്പോൾ ഇപ്പം 30 വിൽക്കാൻ പറ്റുന്നുണ്ട്. അതായത് പ്രോഫിറ്റ് എത്രയാണ്? 2 ആണ്. പ്രോഫിറ്റ് ആണ് വരുന്നത് 2 പ്രോഫിറ്റ് CP 28 × 100. അപ്പം 1/14 എന്ന് പറയുമ്പോൾ 7.14 പ്രോഫിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഈ ഒരു സെഷനിലെ ലാസ്റ്റ് ചോദ്യമാണ്. അതും ഒരു ഡിസോണസ്റ്റ് ഡീലറിന്റെ ചോദ്യമാണ്. ഓക്കെ, ഇവിടെ നമുക്ക് മറ്റേ മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യാം. ഓക്കെ, അപ്പൊ 100 രൂപയ്ക്ക് വാങ്ങിക്കുന്ന സാധനമായിരുന്നെങ്കിൽ ഓക്കെ പുള്ളിക്കാരൻ 18% പ്രോഫിറ്റിനാണ് വിൽക്കുന്നതെന്ന് പറയുന്നത്. അപ്പൊ ഓൾറെഡി അവിടെ ഒരു പ്രോഫിറ്റ് കിട്ടി 118/100. ഓക്കെ, പിന്നെ പുള്ളിക്കാരൻ വെയ് ചെയ്യുന്നത് 800 ആണ്. അപ്പൊ അവിടെയും പ്രോഫിറ്റ് കിട്ടും. അപ്പൊ വലിയ സാധനം എന്ത് വേണം? മുകളിൽ വരണം. ഇത് 5/4 എന്ന് നമുക്ക് എഴുതാം. ഈ 100 വെട്ടി ഇതിന്റെ പകുതി 59 2. 59 × 5 എന്ന് പറയുമ്പോൾ 50ന്റെ പകുതി 25 29 29 അര 295/2 എന്ന് വരും അല്ലെ? 295/2 എന്ന് പറയുമ്പോൾ 147.5. ഓക്കെ, അപ്പൊ നമുക്ക് 100 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം നമ്മൾ എത്ര രൂപയ്ക്ക് വെക്കുന്ന? 147.5. അപ്പൊ അവിടെ എക്സ്ട്രാ ആയിട്ട് കിട്ടുന്ന സാധനമാണ് എന്ത്? പെർസെന്റേജ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഗെയിൻ എത്രയാണ്? 47.5. ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചെറിയ സെക്ഷൻ. ഒരുപാട് മെത്തേഡ്സ് പഠിച്ചു. ഓക്കെ, അപ്പൊ താങ്ക് യു. ഇനിയും നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക, എക്സാം ക്രാക്ക് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.